ഗൈസ് വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ നമ്മൾ ഏതറിൻ്റെ ഷോറൂമിനാണുള്ളത്. അപ്പോൾ നമുക്കൊരു ഇലക്ട്രിക് സ്കൂട്ടർ എടുക്കാൻ പ്ലാനുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ ഏതറിൻ്റെ ഷോറൂമിൽ വന്നതാണ്. നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് കാരന്തൂറുള്ള ഏതറിൻ്റെ ഷോറൂമിലാണ് ഗൈസ്. അപ്പോൾ ഇവിടെ ഈ ഒരു 2 മോഡലാണ് ഇപ്പോൾ ഡിസ്പ്ലേയിലുള്ളത്. അപ്പോൾ നമുക്ക് പറ്റുകയാണെങ്കിൽ ഒന്ന് ടെസ്റ്റ് റൈഡ് ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് നേരെ ഈ ഒരു മോഡൽസിൻ്റെയും പുതിയ മോഡൽ ഡിസ്പ്ലേയുടെയും ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഗൈസ്, അപ്പോൾ ഇവിടെ ഡിസ്പ്ലേയിലുള്ള ഈ ഒരു 2 ബൈക്കും ഏതർ 450യുടെ ടോപ്പ് വേരിയൻ്റാണ്. അതായത് 450X എന്ന് പറയുന്ന വേരിയൻ്റാണ്. ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത് 3.7 ആണ്. 3.7 kW ആണ്. അപ്പം ഡിസ്പ്ലേയിലേക്ക് വരുന്ന സമയത്ത് ടച്ച് ഡിസ്പ്ലേ ആണ്. റൈഡിങ് റേഞ്ച് എന്ന് പറയുന്നത് ഏകദേശം 150 km റേഞ്ച് പറയുന്നുണ്ട് കമ്പനി. ടോപ്പ് സ്പീഡിലേക്ക് വരുന്ന സമയത്ത് 90 km ആണ് ഇതിൻ്റെ ടോപ്പ് സ്പീഡ്. ഇത് നമ്മൾ ഡിക്കിലേക്ക് നോക്കുന്ന സമയത്ത് അത്യാവശ്യം സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി സീറ്റിലേക്ക് വരുന്ന സമയത്ത് വളരെ ചെറിയ സീറ്റാണ്. അപ്പം ഈ ഒരു പ്രോബ്ലം പരിഹരിച്ചുകൊണ്ടാണ് പുതിയ മോഡൽ വന്നിരിക്കുന്നത്. ഏതർ റിസ്റ്റ എന്ന് പറയുന്ന മോഡൽ വന്നിട്ടുള്ളത്. അപ്പം ഈ ഒരു മോഡൽ ഏതായാലും ചെറിയ സീറ്റ് കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ ടെസ്റ്റ് റൈഡ് വണ്ടി അവൈലബിൾ ആണോ എന്ന് ചോദിച്ചപ്പോൾ ടെസ്റ്റ് റൈഡ് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഏതായാലും ഈ ഒരു 450X ഒന്ന് ടെസ്റ്റ് റൈഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു മോഡൽ ഈ ഒരു ടോപ്പ് വേരിയൻറ്റ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 1,92,000 ആണ്. അപ്പോൾ നമുക്ക് ഏതായാലും ഒന്ന് ഓടിച്ച് വെക്കാം. ഗൈസ്, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഒരു ഇലക്ട്രിക് വണ്ടി ഓടിക്കുന്നത്. വളരെ സ്മൂത്തായിട്ട് കയറി പോകുന്നുണ്ട്. നമ്മൾ ഈ ഒരു വേരിയൻറ്റിൻ്റെ ഓൺ റോഡ് പ്രൈസ് നേരത്തെ പറഞ്ഞു 1,92,000 ആണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ തൊട്ട് താഴെയുള്ള മോഡൽ ഈ ഒരു എക്സിൽ തന്നെ ഒരു വേരിയൻറ്റോട് വരുന്നുണ്ട്. ഇത് 2.9 ആണ് അതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു വേരിയൻറ്റിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 1,74,000 രൂപയാണ്. അപ്പോൾ ആ ഒരു മോഡലിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ടോപ്പ് സ്പീഡിനൊന്നും ചേഞ്ച് ഇല്ല. 90 km തന്നെയാണ് ടോപ്പ് സ്പീഡ് വരുന്നത്. റേഞ്ച് വരുന്നത് 110 km ആണ്. അപ്പോൾ ഈ ഒരു വേരിയൻറ്റിന് 150 km ആണ് കമ്പനി പറയുന്നത്. ഇതിന് തൊട്ട് താഴെയുള്ള വേരിയൻറ്റ് 110 km ആണ് നമ്മളൊരു റൈഡിങ് റേഞ്ച് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ താഴെ ഇതിൻ്റെ നമുക്ക് നമ്മൾ അത്യാവശ്യം കുറച്ച് ദൂരം ഓടിച്ച് വന്നാൽ നമുക്ക് തിരിച്ചങ്ങോട്ട് തന്നെ പോവാം. അപ്പോൾ ബേസ് വേരിയൻറ്റ്, അതായത് ഈ ഒരു ഏതർ 450S എന്ന് പറയുന്ന ഇതിൻ്റെ ബേസ് വേരിയൻറ്റിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 1,54,000 രൂപയാണ്. മുൻപ് ഇതിന് പല സബ്സിഡി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ സബ്സിഡി ഒന്നുമില്ല. അപ്പോൾ ഈ ഒരു എസ് മോഡലിൻ്റെ കേസിലേക്ക് വരുന്ന സമയത്ത് 115 km ആണ് ഇതിനൊരു റേഞ്ച് കമ്പനി പറയുന്നത്. ടോപ്പ് സ്പീഡ് 90 km ആണ്. 2.9 kW ബാറ്ററിയാണ് ഇതിന് വരുന്നത്. പക്ഷേ മീറ്ററിലേക്ക് വരുന്ന സമയത്ത് ടച്ച് ഡിസ്പ്ലേ അല്ല, നോർമൽ ഡിസ്പ്ലേ ആയിരിക്കും. അപ്പോൾ നമുക്ക് അറിയേണ്ട മറ്റൊരു മെയിൻ കാര്യം ഇതിൻ്റെ വാറണ്ടിയാണ്. അപ്പോൾ നമ്മളിവിടെ ചോദിച്ച സമയത്ത് ഏകദേശം 3 വർഷം അല്ലെങ്കിൽ 30,000 km ആണ് നോർമൽ ഇതിന് വാറണ്ടി വരുന്നത്. അല്ലെങ്കിൽ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യണം. എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ 5 വർഷത്തേക്കാവും 60,000 km. അപ്പോൾ അത് എക്സ്റ്റെൻഡ് ചെയ്യുന്ന കേസിലാണ് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ കേസിന് കളർ വേരിയൻറ്റിലേക്ക് വരുന്ന സമയത്ത് ഏകദേശം 6 ഡിഫറെൻറ്റ് കളേഴ്സിൽ ഈ ഒരു മോഡൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ 2 കളേഴ്സ് കൂടാതെ വേറെ 4 കളേഴ്സ് കൂടെ ഉണ്ട്. ഇനി നമുക്ക് ഏതർ റിസ്റ്റയുടെ ഡീറ്റെയിൽസ് കൂടെ നോക്കാം. കാരണം നമ്മളിപ്പോൾ മെയിനായിട്ട് ഏതർ റിസ്റ്റയുടെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ടാണ് വന്നത്. കഴിച്ചപ്പോൾ ഏതർ റിസ്റ്റയിലേക്ക് വരുന്ന സമയത്ത് ഇപ്പോൾ ബുക്കിംഗ് സ്റ്റാർട്ടായിട്ടേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ജൂൺ ജൂലൈ ആകുന്ന സമയത്തായിരിക്കും ബൈക്ക് ഡെലിവറി ആവാമെന്നാണ് അവർ പറഞ്ഞത്. അത്യാവശ്യം ബുക്കിംഗ് ടൈമുണ്ട്. ജസ്റ്റ് ഇപ്പോൾ ബുക്കിംഗ് ഓപ്പൺ ആയിട്ടേ ഉള്ളൂ. ഇപ്പോൾ ഡിസ്പ്ലേയോ അല്ലെങ്കിൽ ടെസ്റ്റ് റൈഡ് വണ്ടികളോ ഒന്നും വന്നിട്ടില്ല.
അപ്പോൾ ഏതർ റിസ്റ്റയുടെ ഡീറ്റെയിൽസിലേക്ക് വരുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ 450 കണ്ട പോലെ തന്നെ 3 വേരിയൻറ്റിലാണ് ഈ ഒരു ഏതർ റിസ്റ്റ വരുന്നത്. S2.9, Z2.9, Z3.7 ഇങ്ങനെ 3 വേരിയൻറ്റിലാണ് ഈ ഒരു ഏതർ റിസ്റ്റയുടെ വേരിയൻസും വരുന്നത്. അപ്പോൾ നമ്മൾ റേറ്റ് നോക്കുന്ന സമയത്ത് ബേസ് വേരിയൻറ്റിന് ഏകദേശം 1,37,000 രൂപയാണ് വരുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ഒരു 450S റേറ്റ് കുറവാണ്. ഓൺ റോഡ് പ്രൈസാണ് 1,37,000. Z2.9 വരുന്ന സമയത്ത് 1,55,000. 3.7 വരുന്ന സമയത്ത് 1,81,000. അപ്പോൾ നമ്മൾ ടോപ്പ് വേരിയൻറ്റ് നോക്കുകയാണെങ്കിലും ഈ ഒരു 450X കുറവാണ്. റേറ്റ് വെച്ച് നോക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു 450 റേറ്റ് കുറവാണ് നമ്മുടെ ഈ ഒരു ഇസ്റ്റയ്ക്ക് വരുന്നത്. സീറ്റിൻ്റെ കേസിലേക്ക് വരുന്ന സമയത്ത് നല്ല വൈഡായിട്ടുള്ള അത്യാവശ്യം വലുപ്പമുള്ള സീറ്റാണ് ഈ ഒരു മോഡലിൽ വരുന്നത്. നമ്മൾ റൈഡിങ് റേഞ്ച് ടോപ്പ് സ്പീഡിലേക്ക് വരുന്ന സമയത്ത് ടോപ്പ് സ്പീഡ് 80 കിലോമീറ്ററാണ് പറയുന്നത്. റൈഡിങ് റേഞ്ച് ഏകദേശം 100 to 110 കിലോമീറ്ററാണ് 2.9 വേരിയൻറ്റിന് പറയുന്നത്. 3.7 വരുന്ന സമയത്ത് റൈഡിങ് റേഞ്ച് കൂടും, ഏകദേശം 180 കിലോമീറ്ററിൽ റൈഡിങ് റേഞ്ച് ഉണ്ടാവും. അപ്പോൾ കമ്പനി പറയുന്ന റൈഡിങ് റേഞ്ച് എന്ന് പറയുന്നത് 2.9 വേരിയൻറ്റിൽ ഏകദേശം 120-120 പ്ലസും 3.7 അറൗണ്ട് 160 ആണ്. പക്ഷേ നമുക്ക് നോർമലായിട്ട് ഇപ്പം നമുക്ക് കിട്ടുന്ന ഒരു റേഞ്ച് എന്ന് പറയുന്നത് ഏകദേശം നമ്മൾ ഈ ഒരു 450X പോലെ തന്നെ ഏകദേശം 100 to 110 ആയിരിക്കും 2.9 വേരിയൻസിന് ആ 2 വേരിയൻറ്റിന് കിട്ടുക. നമ്മൾ 3.7 പോകുന്ന സമയത്ത് ഏകദേശം 130 to 150 കിലോമീറ്റർ റേഞ്ച് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ മീറ്ററിൻ്റെ കേസിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഒരു 450 കണ്ട പോലെ തന്നെ ബേസ് വേരിയൻറ്റിൽ നോർമൽ ഡിസ്പ്ലേ ആയിരിക്കും, ടച്ച് ഡിസ്പ്ലേ ആയിരിക്കില്ല. ടോപ്പ് വേരിയൻറ്റിലേക്ക് വരുന്ന സമയത്ത് ടച്ച് ഡിസ്പ്ലേ ആയിരിക്കും. ഗൈസ്, അപ്പോൾ ഇനി നമ്മൾ കളർ വേരിയൻറ്റിലേക്ക് വരുന്ന സമയത്ത് ഏകദേശം 7 കളർ വേരിയൻറ്റിൽ ഈ ഒരു ഏതർ റിസ്റ്റ അവൈലബിൾ ആയിരിക്കും. ഗൈസ്, അപ്പോൾ നമ്മൾ ഏതായാലും ജസ്റ്റ് ഒരു 10,000 രൂപ അടച്ചിട്ട് ഒരു ഏതർ റിസ്റ്റ വേരിയൻറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. S2.7 വേരിയൻ്റാണ് ഇപ്പോൾ നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത്. 1,37,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അപ്പോൾ നമ്മളൊരു 10,000 രൂപ അടച്ച് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇൻ കേസ് നമുക്ക് ബുക്കിംഗ് ടൈമിൽ നമുക്ക് ഇപ്പം ഡെലിവറി ഏകദേശം ജൂൺ മാസമൊക്കെയാണ് ഇവർ പറയുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഈ ഒരു കംപ്ലീറ്റ് എമൗണ്ട് റീഫണ്ടബിൾ ആണ്. അപ്പോൾ അതേതായാലും നമ്മളൊരു S2.7 വേരിയൻറ്റ് ബുക്ക് ചെയ്തിട്ടിട്ടുണ്ട്.